ശ്രീകൃഷ്ണ ജയ ശ്രീ രാധരാധി സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് കൃഷ്ണതീർത്ഥം ചാനലിലേക്ക് എല്ലാ ഗോപന്മാർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കഥ പറയട്ടോ. കഥ കേൾക്കാൻ എല്ലാവരും തയ്യാറാണല്ലോ. അതായത് ഹയഗ്രീവമൂർത്തിയുടെ കഥയാണ്. ഇടയ്ക്ക് ഞാൻ ഹയഗ്രീവ മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞു. കാരണം എല്ലാ വിദ്യാർത്ഥികൾക്കും അതൊരു പ്രയോജനപ്പെട്ടതാണ് ഹയഗ്രീവ മൂർത്തിയുടെ മന്ത്രം. ഇപ്പം ഞാൻ ഹയഗ്രീവമൂർത്തിയുടെ ആ കഥയൊന്ന് പറയാം. അതായത് ഹയഗ്രീവമൂർത്തി എന്ന് വെച്ചാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ഹയഗ്രീവമൂർത്തി. അപ്പോൾ ഈ ഹയഗ്രീവമൂർത്തി എങ്ങനെ വന്നതെന്ന് വെച്ചാൽ, ഹയഗ്രീവൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. ഈ ഹയഗ്രീവൻ എന്ന അസുരൻ ദുർഗാദേവിയെ തപസ് ചെയ്യുമ്പോൾ ദുർഗാദേവി പ്രത്യക്ഷപ്പെട്ട് ചോദിക്കും, നിനക്ക് എന്താ വേണ്ടത്? ഈ ഹയഗ്രീവൻ എന്ന അസുരൻ പറയും, എന്നെ വധിക്കാൻ എൻ്റെ മുഖമുള്ള ഒരാളിന് മാത്രമേ കഴിയാവൂ, അല്ലാതെ എന്നെ വധിക്കാൻ ആരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ലെന്ന് പറയും. ദുർഗാദേവി പറയും, അങ്ങനെയാവട്ടെ എന്ന് ഈ ഹയഗ്രീവന് വരം കൊടുത്തിട്ട് ദുർഗാദേവി അപ്രത്യക്ഷമാവും. അതിൽ അഹങ്കാരം ആയ ഹയഗ്രീവൻ എല്ലാവരോടും ദേവന്മാരോടും എല്ലാവരെയും ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ട് പറയും, എന്നെ വധിക്കാൻ ആരും ഉണ്ടാവത്തില്ല. കാരണം അങ്ങനെ ഒരു എന്നെ പോലെ മുഖമുള്ളവരാരും ഇവിടെ ഇല്ല, അതുകൊണ്ട് എന്നെ വധിക്കാൻ ആരും ഉണ്ടാകും. ഞാനാണ് ഇവിടുത്തെ രാജാവെന്ന് ദേവന്മാരെ എല്ലാവരെയും ഉപദ്രവിക്കും. അതിൽ വിഷമിച്ച ദേവന്മാർ ചെന്ന് മഹാവിഷ്ണുവോട് പറയും, മഹാവിഷ്ണു ഭഗവാനെ, ഈ ഹയഗ്രീവൻ അസുരൻ്റെ ആക്രമണം നമ്മൾക്ക് ഭയാനകമായി തീരുകയാണ്, നമ്മൾക്ക് ഇവിടെ ഇരിക്കാനൊന്നും പറ്റുന്നില്ല എന്ന് പറയും. അങ്ങനെ മഹാവിഷ്ണുവും ഹയഗ്രീവ അസുരനുമായിട്ട് പിരിഞ്ഞ യുദ്ധം നടത്തിയിട്ടും ഹയഗ്രീവൻ എന്ന അസുരനെ മഹാവിഷ്ണു തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അവസാനം എന്താ ചെയ്യും? ഭഗവാൻ തിരിച്ച് നേരെ വൈകുണ്ഠത്ത് പോയി പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് ക്ഷീണിച്ച് അവശനായി ഒന്ന് ചാഞ്ഞുറങ്ങുന്ന ഭഗവാന്റെ വില്ലിൻ്റെ ഞാണിൽ മേലാണ്. വില്ല് ചേർത്ത് വെച്ച് അവിടെ ഇരുന്നാണ് ഭഗവാൻ ഒന്ന് മയങ്ങുന്നത്. അപ്പോൾ എന്നിട്ടും ഈ ഹയഗ്രീവൻ എന്ന അസുരൻ്റെ ആക്രമണം അവൻ വീണ്ടും അവൻ അതിൽ നിന്ന് കൂടുതൽ ആക്രമണം അഴിച്ചു വിടുകയാണ്. അവസാനം ദേവന്മാർ ചെന്ന് ബ്രഹ്മാവിനെ കണ്ടിട്ട് പറയും, ബ്രഹ്മാവേ, ഞങ്ങൾ ഭഗവാനോട് പറഞ്ഞു, ഭഗവാൻ ഇതിൽ തോറ്റ് പിന്മാറി ഭഗവാൻ വൈകുണ്ഠത്തോട്ട് പോയി, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ ബ്രഹ്മാവ് പറയും, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടെ വന്ന് നോക്കുമ്പോൾ ഭഗവാൻ നല്ല മയക്കത്തിൽ, ഭഗവാൻ ഉണർത്താനും പറ്റത്തില്ലല്ലോ. അങ്ങനെ ബ്രഹ്മാവ് എന്ത് ചെയ്യും? ദൃഷ്ടികർത്താവല്ലേ, കുറേ ചിതലികൾ ദൃഷ്ടിച്ച് ഭഗവാന്റെ ഞാണിന്മേൽ അങ്ങ് വിട്ടുകൊടുക്കും. ആ ചിതലുകൾ ഭഗവാന്റെ വില്ലിൻ്റെ ഞാണിന്മേൽ കയറി ഇരുന്ന് കടിച്ച് പൊട്ടിക്കും. കടിച്ച് പൊട്ടിക്കുമ്പോഴത്തേക്ക് ഇത് ഭഗവാന്റെ കഴുത്തിലല്ലേ ഇരിക്കുന്നത്, ആ ഭഗവാന്റെ ആ ഞാണിൻ്റെ ഇതുകൊണ്ട് ഭഗവാന്റെ കഴുത്ത് അറ്റുപോവും. ഇതിൽ വിഷമിച്ച ബ്രഹ്മാവും ദേവന്മാരും, അയ്യോ, ഇത് ഞങ്ങൾ നിമിത്തമാണ് ഭഗവാന്റേതല്ല ഏറ്റെന്ന് പറഞ്ഞുകൊണ്ട് അവർ പരാശക്തി ഇതായിരിക്കും. പരാശക്തി ലളിത പരമേശ്വരി പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, ഇനിയിപ്പോൾ ഇത് ഒരു നിമിത്തമാണ്. കാരണം ഈ ഹയഗ്രീവൻ എന്ന അസുരനെ ഒരു ഹയഗ്രീവന് മാത്രമേ കൊല്ലാൻ പറ്റുകയുള്ളൂ, ഞാനെന്ന് ഹയഗ്രീവന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നിമിത്തമാണ്. നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒരു കുതിരയുടെ മുഖമുള്ള തല കൊണ്ടുവരാൻ പറയും. അങ്ങനെ ആ ദേവന്മാർ പോയി കുതിരയുടെ മുഖമുള്ള തല കൊണ്ടുവന്ന് മഹാവിഷ്ണുവിൻ്റെ കണ്ഠത്തിൽ ചേർക്കും. എന്നിട്ട് ബ്രഹ്മാവ് അതിന് ജീവനും കൊടുക്കും. അപ്പോൾ മഹാവിഷ്ണു എണീറ്റ് നോക്കുമ്പോൾ ഹയഗ്രീവമൂർത്തിയുടെ ആ മുഖത്തോടുകൂടിയുള്ള മഹാവിഷ്ണുവിനെ എല്ലാവരും കണ്ട് വന്ദിക്കുന്നുണ്ട്. എന്നിട്ട് നേരെ പോയി ഹയഗ്രീവൻ എന്ന അസുരനുമായിട്ട് പൊരുതി ആ ഹയഗ്രീവൻ എന്ന അസുരനെ മഹാവിഷ്ണു വധിക്കുകയും എല്ലാവർക്കും അതിൽ സന്തോഷമാവുകയും തീരും. അങ്ങനെയാണ് ഭഗവാന്റെ മുഖം ഹയഗ്രീവമൂർത്തി, അതായത് കുതിരയുടെ മുഖമുള്ള ആ ഒരു കഴുത്തിൻ്റെ മുകളിൽ കുതിരയുടെ മുഖമുള്ള ഇതായിട്ടാണ് ഭഗവാനെ അങ്ങനെ ഹയഗ്രീവമൂർത്തിയായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഹയഗ്രീവമൂർത്തിയാണ് അപ്പോൾ പരാശക്തിയായ ലളിതാ പരമേശ്വരിയെ കാണുകയും ആ ലളിതാ പരമേശ്വരിയുടെ 1000 നാമങ്ങളിൽ ലളിതാ സഹസ്രനാമം
ഹയഗ്രീവമൂർത്തി അഗസ്ത്യ മുനിക്ക് ഉപദേശിച്ചു കൊടുക്കും. ഈ അഗസ്ത്യ മുനി നേരെ വ്യാസന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ലളിതാ സഹസ്രമായി നമ്മുടെ മുന്നിലെത്തുന്നത്. ലളിതാ പരമേശ്വരിയുടെ 1000 നാമങ്ങളടങ്ങിയ ആ വർണ്ണന. അപ്പോൾ അതിന് നിമിത്തമായത് ഹയഗ്രീവമൂർത്തി എന്ന ഭഗവാന്റെ അവതാരമാണ്. അപ്പോൾ അങ്ങനെയാണ് ഹയഗ്രീവൻ എന്ന അസുരനെ വധിച്ച് ഭഗവാൻ ഹയഗ്രീവമൂർത്തിയായി തീരുന്നത്. അപ്പോൾ നമ്മൾ ലളിത സഹസ്രനാമമൊക്കെ ചൊല്ലുമല്ലോ, അതെല്ലാം ഈ ഹയഗ്രീവമൂർത്തിയിൽ നിന്നാണ് ഉണ്ടായത്. അങ്ങനെയാണ്, അതുകൊണ്ടാണ് പറയുന്നത് വിദ്യാഭ്യാസത്തിന് ഉള്ള അവർക്ക്, അതായത് ഏറ്റവും നല്ലൊരു മന്ത്രമാണ് ഹയഗ്രീവ ഗോപാല മന്ത്രം. അത് എല്ലാവരും ചൊല്ലുന്നത് വിദ്യാവിജയത്തിന് ഏറ്റവും നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ലതാണ് ഹയഗ്രീവമൂർത്തിയുടെ മന്ത്രം. ഇതിന് മുന്നിലൊരു വീഡിയോയിൽ ഞാൻ ഹയഗ്രീവ മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹരികൃഷ്ണ, ഇങ്ങനെയാണ് ഹയഗ്രീവമൂർത്തിയായ ഭഗവാന്റെ അവതാരം ആയി തീർന്നത്. ഹരികൃഷ്ണ, ജയ ശ്രീരാധ.